ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവയും പാലും പഞ്ചസാരയും വെച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഈ 3 ചേരുവകൾ വെച്ചിട്ട് ഉള്ള പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവിയിൽ വേവിക്കുന്ന ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിക്കാത്ത പാലാണ്, കാരണം നമ്മളിത് തിളപ്പിക്കാൻ പോകുന്നുണ്ട് ഇനി. പിന്നെ ഈ ഒരു പുഡിങ് അതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ മിൽമയുടെ പാക്കറ്റിൽ വരുന്നതൊക്കെ ഫുൾ ഫാറ്റ് മിൽക്കാണ്. എങ്കിലും അത് മേടിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക അത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് ഹൈ ഫാറ്റ് കണ്ടൻറ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതാ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്ററോളുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒത്തിരി മധുരത്തിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം മധുരമാണ് എപ്പോഴും നല്ലത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എന്നുള്ളത് ആവശ്യത്തിനനുസരിച്ച് ഒരു 1/2 കപ്പ് വരെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായി അലിയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് റവയാണ്. ഇതൊരു 2 ടേബിൾ സ്പൂണോളമുള്ള വറുക്കാത്ത റവയാണ്. ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റവ പൊടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ പാക്കറ്റിൽ നിന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ 1/2 ലിറ്ററിന് 2 ടേബിൾ സ്പൂണോളമുള്ള റവയും കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഒത്തിരി കുറുകൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യത്തിനൊന്ന് കുറുകി കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ഒത്തിരി കുറുകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും, കാരണം റവ അല്പം സമയം എടുക്കുന്നതാണ്. സാധാരണ കോൺഫ്ലവറിനേക്കാളും അതുപോലെ മൈദപ്പൊടിയേക്കാളും ഒക്കെ ഇച്ചിരി സമയം കൂടുതൽ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയ്ക്കൊന്നും പോകണ്ട. ഏകദേശം ഈ റവയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കാണാം പാടൊക്കെ കെട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, അത് ഇതിൻ്റെ കൊഴുപ്പാണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ നമ്മുടെ ഞാൻ ഇതിൻ്റെ ഒരു പരുവം ഞാൻ പറഞ്ഞുതരാം, കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു കൗണ്ടർ ടോപ്പിൽ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഈ സൈഡിലുള്ള ഫാറ്റൊക്കെ ഞാനതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സിയിലെ ജാറിലൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതാ ഞാനൊരു ചൂടാറുന്നത് വരെ ഏകദേശം ഒരു 5-6 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാടയൊക്കെ കെട്ടി ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അല്പം ഒത്തിരി കുറുകിയിട്ടില്ല, എന്നാൽ അല്പം തിക്കാണ് താനും. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അതിനകത്തോട്ട് ഈ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ നമുക്കിതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു റവയുടെ മിക്സ് ചൂടാറി കഴിയുമ്പോൾ അങ്ങനെ തന്നെ മിക്സി ജാറിൽ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഞാനിതിന് മുന്നൊക്കെ മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, മിക്കവരും മുട്ടയുടെ മണം വരുന്നു, മുട്ടയുടെ ഇഷ്ടമല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏലക്കയാണ്. ഒരു ഏലക്കയുടെ കുരു ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി ഒഴിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനകത്ത് ആവശ്യത്തിനുള്ള നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തൂത്ത് കൊടുക്കാം. നെയ്യാണ് ഏറ്റവും നല്ലത്. നെയ്യൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ചായപാത്രത്തിൻ്റെ പിടി ഊരിയിട്ടുള്ള ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന പാത്രത്തിലോട്ട് എനിക്ക് ഇറക്കി വെക്കാനും സൗകര്യമുണ്ട്, അതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും. ചായപാത്രം അല്പം കുഴിയും നല്ല വട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ വേണ്ടത്. ഇനി നമുക്കിതൊരു ആവി കയറ്റെടുക്കുന്നത് കൊണ്ട് നമുക്കതിൽ വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്രത്തിന് കറക്റ്റായിട്ടുള്ളൊരു മൂടിക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൂടികയാണെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഇതുപോലെ ഒന്ന് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് പൊതിയുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം, ഒരു നല്ല കുഴിയുള്ള ഒരു പാത്രം ഇതുപോലെ ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി തിളയ്ക്കാനും നന്നായിട്ട് തന്നെ ആവി വരാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ആവി വന്നതിന് ശേഷം മാത്രം, വെള്ളം തിളച്ച് ആവി വന്നതിന് ശേഷം മാത്രം
നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രം ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മൾ മൂടികയിലൊക്കെ സാധാരണ ഇതുപോലത്തെ ഹോൾ ഉണ്ടാവും, ഇതുപോലത്തെ ചെറിയൊരു ഓട്ട കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്കത് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ഞാനിപ്പോൾ ഒരു പേപ്പർ തന്നെ ഒരു ചെറിയ കഷ്ണം തിരികെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് വരെ, അത് ഓരോ പാത്രത്തിനനുസരിച്ചൊക്കെ അത് സമയം കൂടുതലും കുറവൊക്കെ വേണ്ടി വരും. ഞാൻ എന്തായാലും ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എനിക്കൊരു 35 മിനിറ്റിനകത്ത് ഇതായി കിട്ടിയായിരുന്നു. അപ്പോൾ ഇതാ അവിടെ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് തുറന്ന് നോക്കാൻ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല ഭംഗിയിലും വൃത്തിക്കൊക്കെ വന്നിട്ടുണ്ട്. അതിന് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം അതെങ്ങനെയാണ് അതിൻ്റെ അകമൊക്കെ വെന്തിട്ട് ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിനകത്ത് അകത്തൊക്കെ വെന്തിട്ടുണ്ട്, ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതൊരു കൗണ്ടർ ടോപ്പിൽ മാറ്റി വയ്ക്കുക. അതിനുശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിട്ടേക്കാം. അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം ചിലപ്പം ഇച്ചിരി വെള്ളം കാണും കേട്ടോ, കാരണം നമ്മൾ എന്തൊക്കെ നമ്മൾ കാണിച്ചെന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ചിലപ്പോൾ ആവി കയറ്റുന്ന സമയത്ത് പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാ കണ്ടോ, ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊരു നനവ് പോലെ കണ്ടോ, ആ ഇച്ചിരി വെള്ളം കാണും ചിലപ്പം. അപ്പം അന്നേരം അത് കുഴപ്പമില്ല, അതിന് ടേസ്റ്റിന് യാതൊരു വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക. ഇനി നമുക്കിതിൻ്റെ മേലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അല്പം ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ അങ്ങനെയൊക്കെയാണ് പുഡിങ്ങിന് വെച്ച് കൊടുക്കാറ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ ചെരുകിയതാണെന്നുണ്ടെങ്കിലും, അതായത് അങ്ങനത്തെ നമ്മൾ അങ്ങനത്തെ തേങ്ങയല്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഈ ഒരു പുഡിങ്ങിൻ്റെ മേലിട്ട് കൊടുത്തെന്നാലും നല്ലതാണ്, കാണാനും കഴിക്കാനും ഒക്കെ. ആ ഒരു തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയും കൂടെ വെച്ച് കൊടുക്കുക. ഇതാ നമ്മുടെ സൂപ്പർ പുഡിങ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഈ റവ, പാല്, പഞ്ചസാര ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റും ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.